സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പരീക്ഷാ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, PHP സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. PHPയുടെ ഫുൾ ഫോമിനുള്ളിൽ തന്നെ PHP ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. PHP ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. PHPയുടെ ആദ്യത്തെ Pക്ക് PHP തന്നെ, Hന് ഹൈപ്പർ ടെക്സ്റ്റ്, പിന്നെയുള്ള Pക്ക് പ്രീ പ്രോസസ്സർ. ലിസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് PHP. ഇറ്റ്സ് എൻ ഓപ്പൺ സോഴ്സ് ആൻഡ് ഫ്രീ പാക്കേജ്. ഒരു ഓപ്പൺ സോഴ്സ് പാക്കേജാണ്, ഫ്രീ ആണ്. ഇറ്റ് ക്യാൻ ബി എംബെഡഡ് അലോങ് വിത്ത് HTML. HTMLയുടെ കൂടെ തന്നെ നമുക്ക് എംബെഡ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റർ ദാൻ അതർ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. മറ്റ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്ററാണ്. ഇറ്റ് ഓഫേഴ്സ് മെനി ലെവൽസ് ഓഫ് സെക്യൂരിറ്റി ടു പ്രിവെൻറ്റ് അറ്റാക്സ്. സൈബർ അറ്റാക്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സെക്യൂരിറ്റി ലെവൽസ് ഉണ്ട്. മോർ എറർ ഫ്രീ ആൻഡ് റോബസ്റ്റ്. സപ്പോർട്ട്സ് മെനി ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ദെൻ ഇറ്റ് ക്യാൻ ഔട്ട്പുട്ട് PDF ഇമേജസ് ആൻഡ് ഈവൻ ഫ്ലാഷ് മൂവീസ്. PHPയിൽ നിന്ന് PDF ഔട്ട്പുട്ട് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫ്ലാഷ് മൂവീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഹയർ ക്വാളിറ്റി പ്രോഡക്ട്സ് വിത്തിൻ എ ഷോർട്ട് പീരീഡ്. കുറഞ്ഞ സമയത്തിനുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ, സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് PHP. ഡിസ്ക്രൈബ് ദ ടേംസ് ലാംബ്, വാംബ്, സാംബ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ലാംബ്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ലിനക്സ്, അപ്പാച്ചെ, MySQL ആൻഡ് PHP. ഇറ്റ് റൺസ് ഓൺ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആൾസോ നോൺ ആസ് ലാംബ് സ്റ്റാക്ക്. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ലാംബ് സ്റ്റാക്ക്. വാംബ്, വാമ്പിൽ ഒറ്റ വ്യത്യാസമുള്ളൂ, തൊട്ട് മുമ്പുള്ളതുമായിട്ട് എല്ലിന് പകരം W എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നോക്കിയാൽ ബാക്കിയൊക്കെ പഴയ തന്നെ. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ വിൻഡോസ്, പിന്നെ അപ്പാച്ചെ, MySQL ആൻഡ് PHP. ഇറ്റ് റൺസ് ഓൺ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി അടുത്തത് സാംബാണ്. ശ്രദ്ധിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ എല്ലിന് W സ്ഥാനത്ത് X ആണ്. X മീൻസ് എനി OS, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി 2 P ഉണ്ട് അവസാനം. So it stands for XOS, Apache, MySQL, PHP and Perl. Perl is another programming language. Here XOS means any operating system. ഇനി എന്താണ് ഈ Apache എന്നുള്ളത് പരിചയപ്പെടാം. Apache is the web server software that makes the computer a web server. നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഒരു വെബ് സെർവർ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് Apache. MySQL is the database software and PHP is the scripting language. അതൊക്കെയാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്ന പാക്കേജുകൾ. PHP കൂടാതെ ഒരെണ്ണം കൂടി പരിചയപ്പെടുത്തി, Perl. പ്രാക്ടിക്കൽ എക്സ്ട്രാക്ഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ലാംഗ്വേജ് എന്ന് പറയും. PHP കമാൻഡ്സ് ആർ ഇൻസേർട്ടഡ് ഇൻ ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. പല ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടൊരു ചോദ്യമാണ്. ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHP ആൻഡ് ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാൻ. തുടങ്ങേണ്ടത് ഈ ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHPയിലും അവസാനിപ്പിക്കേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാനിലുമാണ്. എക്സ്പ്ലെയിൻ വേരിയസ് വേസ് ടു ഇൻസേർട്ട് കമൻറ്റ്സ് ഇൻ PHP, ഗീവ് എക്സാമ്പിൾസ്. C++ലൊക്കെ ഉള്ള പോലെ തന്നെ നമുക്കിതിനകത്തും കമൻറ്റുകൾ ആഡ് ചെയ്യാം. സിംഗിൾ ലൈൻ കമൻറ്റും ഉണ്ട്, മൾട്ടി ലൈൻ കമൻറ്റും ഉണ്ട്. കമൻറ്റ്സ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ PHP ഇൻ 2 ways. സിംഗിൾ ലൈൻ കമൻറ്റ്, ഇറ്റ്സ് എ ലൈൻ ബിഗിനിങ് വിത്ത് // 2 സ്ലാഷിൽ ആരംഭിക്കുക. മൾട്ടി ലൈൻ കമൻറ്റ്, ഇറ്റ്സ് എ സെറ്റ് ഓഫ് ലൈൻസ് ബിഗിനിങ് വിത്ത് /* ആൻഡ് എൻഡിങ് വിത്ത് */. ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു PHP തുടങ്ങുന്നത് ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHPയിലാണെന്ന്. ഇതാ ഒരു കമൻറ്റാണ്. ഈ ഇവിടെ മുതൽ ഇവിടം വരെയുള്ളത് മൾട്ടി ലൈൻ കമൻറ്റാണ്, ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ എക്കോ ഹെലോ ഈസ് എ കമാൻഡ് ഇൻ PHP ആൻഡ് ദെൻ // ദിസ് ഡിസ്പ്ലേസ് ഹെലോ എന്നുള്ളത് ഒരു കമാൻഡിന് ചെറിയ എക്സ്പ്ലനേഷൻ കൊടുത്തതാണ്. അത് ഒരു സിംഗിൾ ലൈൻ കമൻറ്റാണ്. ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാനിൽ PHPയിലെ പ്രോഗ്രാം അവസാനിപ്പിച്ചു. ഈ പ്രോഗ്രാം റൺ ചെയ്താൽ സ്ക്രീനിൽ ഹെലോ എന്ന് പ്രിൻ്റ് ചെയ്യും. കമ്പയർ എക്കോ ആൻഡ് പ്രിൻ്റ് ഇൻ PHP. 2 ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ് എക്കോയും പ്രിൻറ്റും. ബോത്ത് ആർ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ PHP. എക്കോ സപ്പോർട്ട്സ് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, വേറെസ് പ്രിൻറ്റ് സപ്പോർട്ട്സ് ഓൺലി സിംഗിൾ ഔട്ട്പുട്ട്. എക്കോയിൽ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇത് നോക്കാം. അതിനകത്ത് എക്കോ $A, $+, $B. A എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ, പിന്നെ ഒരു പ്ലസ് സിമ്പിൾ, പിന്നെ B എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ. അത്രയും ഡിസ്പ്ലേ ചെയ്യുന്ന ഒറ്റ കമാൻഡാണ്. അത് പ്രിൻറ്റ് പേജ് ചെയ്യണമെങ്കിൽ 3 കമാൻഡായിട്ട് ചെയ്യണം. ഇവിടെ കണ്ടല്ലോ, A പ്രിൻ്റ് ചെയ്യാൻ ഒരു കമാൻഡ്, ദെൻ പ്ലസ് പ്രിൻ്റ് ചെയ്യാൻ വേറൊരു കമാൻഡ്, അതുപോലെ B പ്രിൻ്റ് ചെയ്യാൻ മറ്റൊരു കമാൻഡ്. അപ്പോൾ പ്രിൻറ്റിലാണെങ്കിൽ മൾട്ടിപ്പിൾ സപ്പോർട്ടില്ല, സിംഗിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എക്കോയിലാണെങ്കിൽ മൾട്ടിപ്പിൾ സപ്പോർട്ടുണ്ട്. രണ്ടാമത്തെ ഡിഫറൻസ്, എക്കോ ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ വൈൽ പ്രിൻറ്റ് റിട്ടേൺസ് ട്രൂ ഓർ ഫോൾസ് ഡിപ്പെൻഡിങ് ഓൺ വെദർ പ്രിൻറ്റ് ഈസ് ഡൺ ഓർ നോട്ട്.
പ്രിൻറ്റ് നടന്നോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് പ്രിൻറ്റ് ഫംഗ്ഷനിൽ നമുക്കൊരു ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിസൾട്ട് കിട്ടും. അങ്ങനത്തെ റിസൾട്ട് എക്കോയിൽ നിന്ന് കിട്ടില്ല. പിന്നെ എക്കോ ഈസ് ഫാസ്റ്റർ വൈൽ പ്രിൻറ്റ് ഈസ് സ്ലോവർ. ഇതും ഇടയ്ക്കൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടുള്ള ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോ ആൻഡ് പ്രിൻറ്റ്. The dash command in PHP displays value and data type of a variable. ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പും അതിൻ്റെ വാല്യൂം ഡിസ്പ്ലേ ചെയ്യാനുള്ള കമാൻഡ് var dump. ഒരു എക്സാമ്പിളാണ് താഴെ ചെയ്തിരിക്കുന്നത്. var dump സ്പേസ് ബ്രാക്കറ്റിൽ $a. a എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പും പ്രിൻ്റ് ചെയ്യും, അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂവും പ്രിൻ്റ് ചെയ്യും. സ്റ്റേറ്റ് ദ റൂൾസ് ഫോർ നെയിമിങ് എ വേരിയബിൾ ഇൻ PHP. ഇറ്റ് മസ്റ്റ് ബിഗിൻ വിത്ത് $, സിമ്പിൾ. PHPയിലെ വേരിയബിൾസ് ഒക്കെ ഡോളർ സിമ്പിളിൽ ആരംഭിക്കണം. നെക്സ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൻ ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ. ഡോളർ കഴിഞ്ഞ് തൊട്ടടുത്തത് ഒരു അക്ഷരമോ ആൽഫബറ്റോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ഓൺലി ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ഓർ അണ്ടർസ്കോർ. പേരിൽ വരാൻ പാടുള്ളത് ആൽഫബറ്റുകളും ഡിജിറ്റുകളും അണ്ടർസ്കോറും മാത്രമാണ്. ഇത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് ഡോളർ ടോട്ടലിൽ നിന്ന് സ്മോൾ ലെറ്ററിൽ കൊടുക്കുന്നതും ഡോളർ ടോട്ടലിൽ നിന്ന് ക്യാപിറ്റലിൽ കൊടുക്കുന്നതും രണ്ടും രണ്ടാണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ് ഇൻ വേരിയബിൾ നെയിംസ്. വേരിയബിൾ നെയിമിൽ സ്പേസ്, അതുപോലെ ഡോട്ട് തുടങ്ങിയ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരാൻ പാടില്ല. ആകെ അലോ ചെയ്യുന്ന സ്പെഷ്യൽ ക്യാരക്ടർ അണ്ടർസ്കോർ ആണ്. ലിസ്റ്റ് ഔട്ട് വേരിയസ് ഡാറ്റ ടൈപ്സ് ഇൻ PHP. PHPയിലെ ഡാറ്റ ടൈപ്പിന് പ്രധാനമായിട്ട് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കോർ ഡാറ്റ ടൈപ്പ്, രണ്ട് സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ്. നമുക്ക് ആദ്യം കോർ ഡാറ്റ ടൈപ്പിലേക്ക് വരാം. കോർ ഡാറ്റ ടൈപ്പിൽ 4 ടൈപ്പാണുള്ളത്. ഒന്ന് ഇൻറ്റീജർ, ഇറ്റ് റെപ്രസെൻറ്റ്സ് എനി ന്യൂമറിക് വാല്യൂ വിത്തൗട്ട് ഫ്രാക്ഷൻ. രണ്ട് ഫ്ലോട്ട്, ഇറ്റ് ഈസ് എ നമ്പർ വിത്ത് ഫ്രാക്ഷൻ. 3 ബൂളിയൻ, ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ബൂളിയൻ ട്രൂ ഓർ ഫാൾസ്. ബൂളിയൻ വാല്യൂസ് ആണ് ട്രൂവും ഫാൾസും അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സ്ട്രിങ്, ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. ദെൻ സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്പിൽ 4 ഒന്ന് നൾ, ഇറ്റ് ഈസ് എ ഡാറ്റ ടൈപ്പ് സപ്പോർട്ടിങ് ഓൺലി ദ വാല്യൂ നൾ. ഇതിനകത്ത് നൾ എന്ന് പറയുന്ന വാല്യൂ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. യൂസ്ഡ് ടു എംപ്റ്റി കണ്ടന്റ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ കണ്ടന്റ് എംപ്റ്റി ആക്കാൻ, അത് ഫ്രീ ആക്കാൻ, മെമ്മറി റിലീസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കമാൻഡാണ് ടൈപ്പാണ് നൾ. നൾ എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ മതി, അപ്പോൾ അതിൻ്റെ ടൈപ്പ് നള്ളായി മാറി. അറേ, ഇറ്റ്സ് എ വേരിയബിൾ ദാറ്റ് ഹോൾഡ്സ് മൾട്ടിപ്പിൾ വാല്യൂസ്. ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് അറേ. ഒബ്ജക്ട്സ് ആർ ഇൻസ്റ്റൻസസ് ഓഫ് ക്ലാസ് ക്രിയേറ്റഡ് യൂസിങ് ദ കീവേഡ് ന്യൂ. ന്യൂ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് ഓബ്ജക്ട്സ്. C++ലുള്ള പോലെ തന്നെയാണ്. റിസോഴ്സസ്, ദേ പോയിൻറ്റ്സ് ടു അതർ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർസ് ലൈക്ക് ഡാറ്റാബേസ്. ഡാറ്റാബേസ് പോലുള്ള മറ്റ് എക്സ്റ്റേണൽ സോഫ്റ്റ്വെയറിലേക്ക് റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റിസോഴ്സസ്. Then what is the difference between the operator dot and dot equal to? Dot and dot equal to തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നതാണ്. രണ്ടും സ്ട്രിംഗ് കോൺകറ്റനേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. Both are string operators. Operator is also known as dot operator is also known as concatenating operator which joins two strings. രണ്ട് സ്ട്രിങ്ങുകൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. Dot equal to is concatenating assignment operator. Concatenating ചെയ്യും, അസൈൻമെൻറ്റും ചെയ്യും. It joins the two strings to its left and right and store the result in first string. ഞാൻ ഒന്നും കൂടി അത് വിശദമാക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ $A എന്നിട്ടൊരു സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ വേർഡ് ഹെലോ. ദെൻ $B എന്നിട്ടൊരു സ്ട്രിങ് ഉണ്ടെന്ന് കരുതുക. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ സ്ട്രിങ് വേൾഡ്. ദെൻ $C ഈസ് ഈക്വൽ ടു $A.$B. ഇവിടെ സംഭവിക്കാൻ പോണത് എയിലെയും ബിയിലെയും കൂടി കണ്ടന്റ് ജോയിൻ ചെയ്തിട്ട് അത് സിയിൽ സ്റ്റോർ ചെയ്യും. സോ $C will be hello world. ഇതാണ് ഈ കോൺകറ്റനേഷൻ എന്ന് പറയുന്നത്. രണ്ട് സ്ട്രിങ് കൂടി ജോയിൻ ചെയ്യാണ്. ഇനി ആ ഡോട്ട് ഈക്വൽ ടു എന്താ നോക്കാം. ഞാനിങ്ങനെ എഴുതാം. $A ഡോട്ട് ഈക്വൽ ടു ഗുഡ് മോർണിംഗ്. $A ഡോട്ട് ഈസ് ഈക്വൽ ടു ഗുഡ് മോർണിംഗ്. ഇപ്പം എന്ത് സംഭവിക്കണമെന്ന് അറിയോ? ഈ ഡോട്ട് ഈക്വൽ ടുൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള സ്ട്രിങ് അതൊരു വേരിയബിളാണ് $A, അതായത് അതിനകത്തുള്ള ഹെലോ എന്നാണ്. അതും റൈറ്റ് സൈഡിലുള്ള ഗുഡ് മോർണിംഗ് രണ്ടും കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ ഹെലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പുതിയ സ്ട്രിങ് ഉണ്ടാവും. ആ സ്ട്രിങ് എയിൽ തന്നെ സ്റ്റോർ ചെയ്യും. സോ $A will be hello good morning. Okay. So that is dot and dot equal to. Then coming to the next question. Write a program to print natural numbers from 1 to 10. 1 മുതൽ 10 വരെ പ്രിൻ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാം. ഞാൻ ഈ പ്രോഗ്രാം തരാനുള്ള കാരണം ഇപ്പം റീസെൻ്റായിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും മുൻ വർഷങ്ങളിലൊക്കെ പ്രോഗ്രാമുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മറ്റുള്ള പ്രോഗ്രാമുകൾ ഏകദേശം ഉണ്ടാക്കാൻ പറ്റും.
ലെസ് ദാൻ ക്വസ്റ്റ്യൻ മാർക്ക് PHP ഒരു ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. $4 A = നമുക്ക് 1 മുതൽ 10 വരെ വേണ്ടത്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ ഇവിടെ കൊടുക്കുക. ദെൻ $A ലെസ് ദാൻ = 10 ഇതാണ് ഫൈനൽ വാല്യൂ. പിന്നെ 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3 അങ്ങനെ വരാൻ വേണ്ടിയിട്ട് $A++. എക്കോ $A എയുടെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ കാണുന്ന ഒരു പ്രത്യേകതയാണ്, സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കാണാത്തതാണ്, കൊട്ടേഷനിലൊരു BR. വി ആർ ഔട്ട്പുട്ടിങ് എ ടാഗ്. ഒരു ടാഗാണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഓക്കെ, BR എന്ന് പറയുന്ന ടാഗാണ് ഔട്ട്പുട്ട് ചെയ്യുന്നത്. കാരണം PHPയിലെ റിസൾട്ടുകൾ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് ബ്രൗസറുകളിലാണ്. അപ്പോൾ ബ്രൗസറുകളിൽ അത് കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാഗ് കൊടുത്തിട്ട് തന്നെ വരണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് വരുന്ന ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ PHP പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ഇതാ ഇങ്ങനെയായിരിക്കും: 1 BR, 2 BR, അതുപോലെ അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് 10 BR. ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക. അത് PHPയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ ഇത് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്കറിയാം BR എന്ന് പറഞ്ഞ ടാഗ് എന്താ ചെയ്യുക, തൊട്ടടുത്ത വരിയിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ 2, 3, 4 അങ്ങനെ 10 വരെ താഴെയായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓഡ് നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ $A = $A+2 എന്നാക്കാം. ഓഡ് നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ $A++ എന്നതിന് പകരം $A = $A+2 എന്നാക്കാം. അതുപോലെ ഈവൻ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ചേഞ്ചും വരുത്തുക, പിന്നെ ഇവിടെ ഇനിഷ്യൽ വാല്യൂ 2 എന്നാക്കുക. ഡാഷ് ഈസ് ദ ഫംഗ്ഷൻ യൂസ്ഡ് ടു ഡിഫൈൻ എൻ അറേ ഇൻ PHP. ഒരു അറേ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്നുള്ളതാണ്. ആൻസർ ഈസ് അറേ. അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അറേ ഡിഫൈൻ ചെയ്യുന്നത്. ലിസ്റ്റ് വേരിയസ് ടൈപ്സ് ഓഫ് അറേസ് വിത്ത് എ സൂട്ടബിൾ എക്സാമ്പിൾ. 3 തരം അറേസാണ് PHPയിലുള്ളത്. ഒന്ന് ഇൻഡെക്സ്ഡ് അറേ, 2 അസോസിയേറ്റീവ് അറേ, 3 മൾട്ടി ഡയമെൻഷണൽ അറേ. ഇവിടെ മൾട്ടി ഡയമെൻഷനിൽ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, കാരണം അത് നമുക്ക് പേര് മാത്രം പഠിച്ചാൽ മതി സിലബസിൽ. ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. അറേ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ ഐറ്റംസ് എന്നുള്ളതാണ് അറേയുടെ പേര്. $items = അറേ. നിങ്ങൾക്ക് വേണ്ട വാല്യൂസൊക്കെ ബ്രാക്കറ്റിൽ കൊട്ടേഷനുള്ളിൽ അല്ലെങ്കിൽ കൊട്ടേഷൻ ഇല്ലാതെ ഇങ്ങനെ കൊടുക്കുക. അറേ പെൻ, പെൻസിൽ, നോട്ട്ബുക്ക്. അപ്പോൾ 3 സ്ട്രിങ്ങുകളാണ് ഈ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അസോസിയേറ്റീവ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു അറേ എലമെൻറ്റിൻ്റെ കൂടെ ഒരു വാല്യൂയും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പെന്നിൻ്റെയും പെൻസിലിൻ്റെയും നോട്ട്ബുക്കിൻ്റെയും ഒക്കെ പ്രൈസും കൂടി ഒരു അറേയിൽ സ്റ്റോർ ചെയ്യണം. അതിൻ്റെ പേരും പ്രൈസും കൂടി ഒറ്റ അസോസിയേറ്റ് ചെയ്തിട്ട്, പെൻ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് പ്രൈസ് ഈസ് അസോസിയേറ്റഡ്. അപ്പോൾ $rate = അറേ പെൻ, ഇതാണ് സ്ട്രിങ്. ഓക്കെ, ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഈസ് ദ അസോസിയേറ്റീവ് ഓപ്പറേറ്റർ. ഇതാണ് അസോസിയേറ്റീവ് ഓപ്പറേറ്റർ 10. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പെന്നിൻ്റെ വില 10 രൂപയാണെന്നാണ്. ഇനി അടുത്ത ലൈൻ നോക്കാം. പെൻസിൽ = 5. പെൻസിലിൻ്റെ പ്രൈസ് ₹5 ആണ്. ദെൻ നോട്ട്ബുക്കിൻ്റെ പ്രൈസ് 25 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് പെന്നിൻ്റെ പ്രൈസ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള കമാൻഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. പെന്നിൻ്റെ പ്രൈസ് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്കോ $rate, അതാണ് അറേയുടെ പേര്. എന്നിട്ട് ഇവിടെ കീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെൻ എന്ന് കൊടുക്കാം. അപ്പോൾ ആ പെന്നിൻ്റെ പ്രൈസ് പ്രിൻറ്റ് ചെയ്യും. ഇത് സാധാരണ C++ നടക്കുന്ന കാര്യമല്ല. വി ക്യാൻ യൂസ് എ സ്ട്രിങ് ആസ് ദ ഇൻഡെക്സ് ഫോർ അറേ. അതുകൊണ്ടാണ് ഇത്തരം അറേസിനെ അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. ഇനി നോട്ട്ബുക്കിൻ്റെ പ്രൈസാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ എക്കോ $rate ഈ കൊട്ടേഷനുള്ളിൽ നോട്ട്ബുക്ക്. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഇതെങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ മൾട്ടി ഡയമെൻഷണൽ. മൂന്നാമത്തെ അറേ മൾട്ടി ഡയമെൻഷനിലാണ്. ഡാഷ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു പ്രിൻറ്റ് ആൻ എൻറ്റയർ അറേ. ഒരു അറേ മുഴുവനായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. മുഴുവനായിട്ടൊരു അറേ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ്. ഒരു അറേയുടെ കണ്ടൻറ്റ് ഫുള്ളായിട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ print_r എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. print_r ബ്രാക്കറ്റിൽ $array name. ആ അറേയുടെ എൻ്റയർ കണ്ടൻറ്റ് വിത്ത് ഇൻഡെക്സ് നമ്പർ അല്ലെങ്കിൽ അസോസിയേറ്റീവ് അറേ ആണെങ്കിൽ അതിൻ്റെ കീയൊക്കെ ഉൾപ്പെടെ മുഴുവനായിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഡാഷ് ലൂപ്പ് ഹെൽപ്പ് us to go through all elements in an array with unknown number of elements. ഒരു അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാത്ത സമയത്ത് ആ അറേയിലെ മുഴുവൻ എലമെൻറ്റ്സും പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ലൂപ്പ് ഏതാണെന്നാണ്. അറേയുടെ എലമെൻറ്റ്സിനെ എണ്ണം അറിയാമെങ്കിൽ പ്രശ്നമില്ല, സാധാരണ ഒരു ഫോർ ലൂപ്പിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് അറേയുടെ എലമെൻറ്റ്സിൻ്റെ എണ്ണം അറിയാത്ത സമയത്ത്, അത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാത്ത സമയത്ത് അറേനെ പ്രോസസ്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് for each എന്ന് പറയുന്ന ലൂപ്പാണ്. for each ഒറ്റ വേർഡാണ്, FOREACH. സ്പെഷ്യൽ ലൂപ്പാണ്. കൺസിഡർ ദ ഫോളോവിങ് PHP അറേ. ഈ താഴത്തെ അറേ തന്നിട്ടുണ്ട്. $fruits = അറേ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്. നമ്മൾ നേരത്തെ പെന്നും പെൻസിലും നോട്ട്ബുക്കും കണ്ട പോലെ ഇവിടെ ആപ്പിളും ഓറഞ്ചും ഗ്രേപ്സും ആണ് അറേയിലുള്ളത്. റൈറ്റ് എ ലൂപ്പ് ടു ഡിസ്പ്ലേ ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഓൾ ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു ഓർഡേർഡ് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഒരു ലൂപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ലൂപ്പ് എക്കോ OL type = 1. നമ്മൾ ടാഗ് ആദ്യം ഔട്ട്പുട്ട് ചെയ്യണം. OL ടാഗാണ് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കൊട്ടേഷൻ ക്ലോസിങ് കണ്ടിട്ട് അത് വിട്ടുപോയതാണ്.
സെമിക്കോളൻ ഉണ്ട്. ഫോർ ഈച്ച് ഡോളർ ഫ്രൂട്ട്സ് ആസ് ഡോളർ എക്സ്. ഫോർ ഈച്ച് എന്ന് പറഞ്ഞ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം അറേയുടെ പേര് കൊടുക്കുക, ആസ് കഴിഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുക. ഇതിൻ്റെ അർത്ഥം ഈ അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്യും. ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും ഈ എക്സിൽ ഓരോരോ വാല്യൂസ് വരും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ അറേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആദ്യം വരാൻ പോകുന്ന വാല്യൂ ആപ്പിളാണ്, രണ്ടാമത്തെ എക്സിക്യൂഷനിൽ വരാൻ പോകുന്ന വാല്യൂ ഓറഞ്ചാണ്, മൂന്നാമത്തെ എക്സിക്യൂഷനിൽ വരാൻ പോകുന്ന വാല്യൂ ഗ്രേപ്സ് ആണ്. പിന്നെ ഇല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ആകെ 3 ഐറ്റംസ് തന്നെ അറേയിലുള്ളൂ. എക്കോ LI എന്ന് പറഞ്ഞ ടാഗ് ആദ്യം ഔട്ട്പുട്ട് ചെയ്യുന്നു. ഡോളർ എക്സ്, എക്സിൻ്റെ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. ആപ്പിൾ എങ്കിൽ ആപ്പിൾ, ഓറഞ്ച് എങ്കിൽ ഓറഞ്ച്, ഗ്രേപ്സ് എങ്കിൽ ഗ്രേപ്സ്. ദെൻ /LI ആ ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. ശേഷം നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. ഇനി PHP എന്ന് കിട്ടുന്ന റിസൾട്ട് എന്താ നോക്കാം. ദിസ് ഈസ് വാട്ട് വി വിൽ ഗെറ്റ് ഫ്രം PHP. OL type is equal to 1, LI apple /LI, LI orange /LI, LI grape /LI/OL. നമ്മൾ സാധാരണ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡുകളാണ്. അത് നമ്മൾ PHPയിലെ പ്രോഗ്രാമിലൂടെ ചെയ്യിപ്പിച്ചു. ഇനി ഇത് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1 apple, 2 orange, 3 grapes. ഇതാണ് ഈ എപ്പോഴും PHP പ്രോഗ്രാമുകളിൽ സംഭവിക്കുന്നത്. PHP റൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് HTML ഔട്ട്പുട്ടാണ്. ആ HTML ഔട്ട്പുട്ടിനെ ഭംഗിയായ വിധത്തിൽ ബ്രൗസറുകൾ ഈ രൂപത്തിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് PHP പ്രോഗ്രാമിലൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് HTML ഔട്ട്പുട്ടാണ്. ദെൻ കൺസിഡർ ദ ഫോളോവിങ് PHP അറേ. ഇതൊരു അസോസിയേറ്റീവ് അറേയാണ്. അപ്പോൾ അസോസിയേറ്റീവ് അറേ എങ്ങനെയാണ് ഫോർ ഈച്ച് ലൂപ്പിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചോദ്യത്തിൽ പഠിക്കാൻ പോകുന്നത്. ആപ്പിൾ അതിൻ്റെ പ്രൈസ് 130, ഓറഞ്ച് അതിൻ്റെ പ്രൈസ് 60, ഗ്രേപ്സ് അതിൻ്റെ പ്രൈസ് 35. ഇനി വേണ്ടത് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് വരികയാണ്. പ്രൈസ് ഓഫ് ആപ്പിൾ ഈസ് 130, പ്രൈസ് ഓഫ് ഓറഞ്ച് ഈസ് 60, പ്രൈസ് ഓഫ് ഗ്രേപ്സ് ഈസ് 35. ഇതേപോലെ ഔട്ട്പുട്ട് വരാൻ ഒരു ലൂപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫോർ ഈച്ച് ഡോളർ ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറേയുടെ പേര് ആസ്. ഇത് അസോസിയേറ്റീവ് അറേ ആയതുകൊണ്ട് 2 വേരിയബിൾ വേണം. ഒന്ന് അതിൻ്റെ കീ സ്റ്റോർ ചെയ്യാനും 2 അതിൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനും. ഓക്കെ, ഇവിടെ ഒരു ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വേണം. ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ വിട്ടുപോയതാണ്. സോ ഡോളർ നെയിം ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഡോളർ റേറ്റ്. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റത്തെ എലമെൻറ്റിനെ സംബന്ധിച്ച് ആപ്പിൾ എന്ന് പറയുന്ന വാല്യൂ ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്കും 130 എന്ന് പറയുന്ന വാല്യൂ ഈ റേറ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്കും ഡിസ്പ്ലേ ചെയ്യും, സ്റ്റോർ ചെയ്യും. എന്നിട്ട് പ്രൈസ് ഓഫ് ഡോളർ നെയിം ഈസ് ഡോളർ റേറ്റ്. ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യമാണ്. നമ്മൾ ഇതിങ്ങനെ കൊടുത്തത് അല്ലേ, പ്രൈസ് ഓഫ് ഡോളർ നെയിം ഈസ് ഡോളർ റേറ്റ്. ഞാൻ അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ. ഇതിനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് ഡോളർ നെയിം നല്ല ഡിസ്പ്ലേ ചെയ്യുക. നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈസ് ഡോളർ റേറ്റ് നല്ല ഡിസ്പ്ലേ ചെയ്യുക. അതിനെ അവിടെ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ആൻസർ വിൽ ബി പ്രൈസ് ഓഫ് ആപ്പിൾ ഈസ് 130. അത് ഫസ്റ്റ് എക്സിക്യൂഷനിൽ. ഇനി സെക്കൻഡ് എക്സിക്യൂഷൻ വരുമ്പോൾ ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഓറഞ്ച് ആയിരിക്കും. അതുപോലെ റേറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 60 ആയിരിക്കും. അപ്പോൾ എന്ത് വരും? പ്രൈസ് ഓഫ് ഓറഞ്ച് ഈസ് 60. തേർഡ് എക്സിക്യൂഷനിൽ പ്രൈസ് ഓഫ് ഗ്രേപ്സ് ഈസ് 35. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇവിടെ ഒരു BR ടാഗ് കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു BR ടാഗ് കൂടി ഉണ്ട്, അത് വിട്ടുപോയത്. BR ടാഗ് കൂടി ഉണ്ട്. ഇറ്റ്സ് റിസൾട്ട് വിൽ ബി പ്രൈസ് ഓഫ് ആപ്പിൾ ഈസ് 130 BR, പ്രൈസ് ഓഫ് ഓറഞ്ച് ഈസ് 60 BR, പ്രൈസ് ഓഫ് ഗ്രേപ്സ് ഈസ് 35 BR. സോ ബ്രൗസറിൽ വരുമ്പോൾ BR ഒന്നും ഉണ്ടാവില്ല, താഴേക്ക് വരും. ബ്രൗസറിൽ BR ഇല്ലെങ്കിൽ താഴത്തേക്ക് വരുന്നതെല്ലാം കൂടി ഒറ്റ വരിയിൽ ഡിസ്പ്ലേ ചെയ്യും. ദ കീവേഡ് യൂസ്ഡ് ടു ഡിഫൈൻ എ ഫംഗ്ഷൻ ഇൻ PHP ഈസ് ഡാഷ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് തന്നെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. റൈറ്റ് ദ കമാൻഡ് ടു ഡിസ്പ്ലേ ദ ഫോളോവിങ് മെസ്സേജ് ബേസ്ഡ് ഓൺ സിസ്റ്റം ഡേറ്റ്. സിസ്റ്റം ഡേറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് 23-ാം തീയതിയാണ്. അപ്പോൾ സിസ്റ്റം ഡേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഡിസ്പ്ലേ ചെയ്യാം. ടുഡേ ഈസ് സാറ്റർഡേ 23rd May 2020. ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു കമാൻഡ് എഴുതാനാണ് പറഞ്ഞത്. PHPയിൽ ഡേറ്റുകൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഡേറ്റ്. എക്കോ ടുഡേ ഈസ് ഡേറ്റ് ഒരു ഫംഗ്ഷനാണ്. ഡേറ്റ് ഈ L റെപ്രസെൻറ്റ്സ് ലോങ് ഡേ നെയിം, അതുകൊണ്ടാണ് ഇവിടെ സാറ്റർഡേ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു കോമ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡി ഡേ ഡിസ്പ്ലേ ചെയ്യും. ഹൈഫൺ മന്ത് എം കൊടുക്കുമ്പോൾ മന്ത് ഡിസ്പ്ലേ ചെയ്യും. ദെൻ Y കൊടുക്കുമ്പോൾ ഇയർ ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് 4 കോഡുകളാണ്. ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ഉപയോഗിക്കുന്ന 4 കോഡുകളാണ്. 1 L, 2 D, 3 M, 4 Y. L ആവുമ്പോൾ ഡേ നെയിമാണ്, D ആവുമ്പോൾ ഡേ, M മന്ത്, Y 4 ഡിജിറ്റ് ഇയർ. ഇനിയും കോഡുകളുണ്ട്. നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ വേരിയസ് സ്ട്രിംഗ് ഫംഗ്ഷൻസ് ഇൻ PHP. 4 സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് PHPയിൽ പരിചയപ്പെടാനുള്ളത്. ഒന്ന് CHR. ഇറ്റ് റിട്ടേൺസ് ദ ക്യാരക്ടർ ഫോർ ദ ഗിവൺ ASCII കോഡ്. എക്കോ CHR ഓഫ് 65 വിൽ ഡിസ്പ്ലേ എയുടെ ASCII കോഡാണ് 65. strlen ഇറ്റ് ഡിസ്പ്ലേസ് ലെങ്ത് ഓഫ് എ സ്ട്രിംഗ്. ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് ഡിസ്പ്ലേ ചെയ്യുക. എക്കോ strlen ഓഫ് കമ്പ്യൂട്ടർ. എക്കോ strlen ഓഫ് കമ്പ്യൂട്ടർ വിൽ ഡിസ്പ്ലേ 8.
strpos, it finds the position where the second string is in the first string. രണ്ടാമത്തെ സ്ട്രിങ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ എവിടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strpos. ഇവിടെ ടൈപ്പ് ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, കുറച്ച് തിരക്കിട്ട് ടൈപ്പ് ചെയ്തതുകൊണ്ട് സംഭവിച്ചാണ്. ഇതിങ്ങനെയല്ല വരേണ്ടത്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എക്കോ strpos ഓഫ് കമ്പ്യൂട്ടർ p എന്നാണ് വരേണ്ടത്. അത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്, പരീക്ഷകൾ എടുത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് വീഡിയോ ഉണ്ടാക്കിയപ്പോൾ സംഭവിച്ച ചെറിയൊരു മിസ്റ്റേക്കാണ്. വിൽ ഡിസ്പ്ലേ 3, അത് ഓർക്കണം കേട്ടോ. ക്വസ്റ്റ്യനിൽ ഇത് ആൻസറിൽ പറഞ്ഞത് ഇങ്ങനെയല്ല, കമ്പ്യൂട്ടർ ആദ്യവും p രണ്ടാമതുമാണ്. ഇങ്ങനെ കൊടുത്താൽ 0 ആയിരിക്കും ആൻസർ വരിക. കാരണം p എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനെ കാണാണ്ടാവില്ല. strcmp, ഇറ്റ് കമ്പയർസ് 2 strings ആൻഡ് റിട്ടേൺ 0 if equal. 2 സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യും, എന്നിട്ട് അത് ഈക്വൽ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. ലിസ്റ്റ് ദ 3-tier ആർക്കിടെക്ചർ ഓഫ് PHP വിത്ത് ദെയർ പർപ്പസ്. PHP പ്രോഗ്രാമുകളെ 3-tier ആർക്കിടെക്ചറുള്ള പ്രോഗ്രാം എന്നാണ് സാധാരണ പറയുക. അപ്പം അതെന്താണെന്നൊന്ന് നമുക്കൊന്ന് കാണാം. PHP പ്രോഗ്രാമിനെ നമുക്ക് 3 ടയർ അല്ലെങ്കിൽ 3 ലെയർ ആയിട്ട് കാണാം. Tier 1, Tier 2, Tier 3. Tier 1 usually displays a web page in the user's computer or called client using browser. It collects various input. Tier 1 നിന്നാണ് ഇൻപുട്ടുകൾ കളക്ട് ചെയ്യുന്നത്. Tier 2, it is the web server and server-side program that process data collected in Tier 1. Tier 1 നിന്ന് കിട്ടുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള HTML ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന പ്രോഗ്രാമാണ് Tier 2 എന്ന് പറയുന്നത്. Tier 3 എന്ന് പറയുന്നത് ഓപ്ഷനിലാണ്, എല്ലാ പ്രോഗ്രാമിലും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ദ ഡേറ്റാബേസ് സിസ്റ്റം സച്ച് ആസ് MySQL യൂസ്ഡ് ടു സ്റ്റോർ ഓർ റിട്രീവ് ഡാറ്റ ഫോർ ദ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന MySQL ഡാറ്റാബേസ് അല്ലെങ്കിൽ MySQL പോലുള്ള മറ്റ് ഡാറ്റാബേസുകൾ, അതാണ് Tier 3. Tier 1, Tier 2, Tier 3. ലിസ്റ്റ് ഔട്ട് വേരിയസ് സൂപ്പർ ഗ്ലോബൽ അറേ വിത്ത് പർപ്പസ്. സൂപ്പർ ഗ്ലോബൽ അറേസ് 8 പോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കാം. $globals. ഇറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ റിലേറ്റഡ് ടു ഗ്ലോബൽ വേരിയബിൾസ് ഇൻ എ പ്രോഗ്രാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന് അണ്ടർസ്കോർ ഇല്ല, ബാക്കിയുള്ള എല്ലാത്തിനും ഡോളർ കഴിഞ്ഞ് അണ്ടർസ്കോർ ഉണ്ട്. $_server. ഇറ്റ് കണ്ടെയ്ൻസ് സെർവർ ഇൻഫർമേഷൻ. $_get, ഒരു ഫോമിൽ നിന്ന് സെൻഡ് ചെയ്ത ഡാറ്റയോട് ഉണ്ടാവുക. ഏത് മെത്തേഡിൽ? ഗെറ്റ് മെത്തേഡിൽ സെൻഡ് ചെയ്ത ഡാറ്റ. അതുപോലെ പോസ്റ്റ് മെത്തേഡിൽ സെൻഡ് ചെയ്ത ഡാറ്റ ആണെങ്കിൽ $_post ഉണ്ടാവും. ഏത് മെത്തേഡ് ആണെങ്കിലും ആ ഡേറ്റ $_request ഉണ്ടാവും. $_files. ഇറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ റിലേറ്റഡ് ടു ഫയൽസ് അപ്ലോഡ് ചെയ്ത ഫയലുകളുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് ഇതിനകത്തുണ്ടാവും. $_session. ഇറ്റ് കണ്ടെയ്ൻസ് സെഷൻ ഇൻഫർമേഷൻ. $_cookie. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് കുക്കീസ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും സൂപ്പർ ഗ്ലോബൽസ് ആണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഏതെങ്കിലും 2 സൂപ്പർ ഗ്ലോബൽ അല്ലെങ്കിൽ 3 സൂപ്പർ ഗ്ലോബൽ എഴുതിയിട്ട് അതിൻ്റെ പർപ്പസ് പറയാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ കണക്റ്റിംഗ് PHP വിത്ത് എ ഡാറ്റാബേസ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് PHPയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. PHPയും ഡാറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നതാണ്. 4 സ്റ്റെപ്സാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ഓപ്പൺ എ കണക്ഷൻ ടു MySQL സോഫ്റ്റ്വെയർ. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ PHPനെ MySQL സോഫ്റ്റ്വെയറുമായിട്ട് കണക്ട് ചെയ്യണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് താഴത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. $con ഒരു കണക്ഷൻ വേരിയബിളാണ്. ഇതിലാണ് കണക്ഷൻ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. നമ്മൾ നേരത്തെ ഡാറ്റ ടൈപ്പൊക്കെ പറഞ്ഞപ്പോൾ റിസോഴ്സ് വേരിയബിളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ദിസ് ഇസ് എ റിസോഴ്സ് വേരിയബിൾ. MySQL_connect എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മൾ MySQLുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ലോക്കൽ ഹോസ്റ്റ് refers that the MySQL server is the same server. ഇതേ സെർവർ തന്നെയാണ് MySQL ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ റൂട്ട്, ദാറ്റ് ഈസ് ദ യൂസർ നെയിം. ദെൻ ABC is the password. അത് 3 കൊടുത്ത് കണക്ട് ചെയ്യും. ഇത് പാസ്വേഡ് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും കൊടുക്കേണ്ട, ജസ്റ്റ് കൊട്ടേഷൻ മാത്രം കൊടുത്താൽ മതി. സ്പെസിഫൈ ദ ഡാറ്റാബേസ് ടു വർക്ക് വിത്ത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പെസിഫൈ ദ ഡാറ്റാബേസ് ടു വർക്ക് വിത്ത്. നമുക്ക് ഏത് ഡാറ്റാബേസിലാണ് വർക്ക് ചെയ്യേണ്ടത്? അപ്പോൾ MySQL നമ്മൾ ഉപയോഗിക്കുമ്പോൾ യൂസ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് നമ്മൾ ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യണം. അതുപോലെ ഇവിടെ ഏത് ഡാറ്റാബേസാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അടുത്ത കമാൻഡ്. $db = MySQL_select_db ബ്രാക്കറ്റിൽ ഡാറ്റാബേസിൻ്റെ പേര്. ഇതിൻ്റെ കണക്ഷൻ ഇൻഫർമേഷൻ ഈ $dbയിൽ സ്റ്റോർ ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ സക്സസ് ആണ്, ഫോൾസ് ആണെങ്കിൽ അത് എററാണ്. ദെൻ എക്സിക്യൂട്ട് ക്വറീസ്. മൂന്നാമത്തത് നമുക്ക് ആവശ്യമുള്ള ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യാം. ഡാറ്റാബേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു, ഇത് ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യാം. $result = MySQL_query എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് SQL ക്വറിയാണോ വർക്ക് ചെയ്യേണ്ടത് അതിവിടെ കൊട്ടേഷനുള്ളിൽ കൊടുക്കുക.
ഇനി സെലക്ട് കമാൻഡ് ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൽ ഡാറ്റ ഫെച്ച് ചെയ്യാനുണ്ടാവും. ഇൻ ഓർഡർ ടു ഫെച്ച് ദ ഡാറ്റ പ്രോഗ്രാമർ ഹാസ് ടു യൂസ് MySQL ഫെച്ച് അറേ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ക്ലോസിങ് ദ കണക്ഷൻ, ആ കണക്ഷൻ ക്ലോസ് ചെയ്യുക. MySQL_close $con. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇതൊരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂലുള്ള വീഡിയോ മാത്രമാണ്. വിശദമായിട്ടുള്ള വീഡിയോ വേറെ, കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ വേറെ തന്നെ ഇറക്കും.